വീടും കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുത്ത് പുലിവാല് പിടിച്ച ആളുകളെ നിരവധിയാണ്. അങ്ങനെ വീടും കെട്ടിടങ്ങളും വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് നടത്തുന്ന വലിയ മാഫിയ സംഘങ്ങൾ തന്നെ കേരളത്തിലുണ്ട്. അതിൽ പെട്ടുപോയ പ്രശസ്തനായ മജിഷ്യനാണ്, ബിസിനസ്സുകാരനാണ് ടോമി മാഞ്ഞൂരാൻ. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കൾ ടോമി മാഞ്ഞൂരാൻ എന്ന് പറയുന്ന മജിഷ്യനാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം താങ്കൾ ആരാണ് ശരിക്കും പൂർണ്ണമായിട്ട്? ചെറായിൽ ജനിച്ച ആളാണ്. ഒരു 19ാമത്തെ വയസ്സിൽ മാലിങ്കര കോളേജിൽ പഠിച്ചതിന് ശേഷം ഞാൻ ചാലക്കുടിയിൽ ബിസിനസ്സിൽ വന്നു. എൻ്റെ അങ്കിളിൻ്റെ അച്ഛൻ്റെ മകനാണ് CP പോൾ, ചുങ്കത്ത് ജ്വല്ലറിയിൽ. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു 11-12 വർഷത്തോളം. അതിനുശേഷം 78-ൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവിടെ വേറെ കട തുടങ്ങി. അങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 25 കൊല്ലത്തോളം ദുബായിലായിരുന്നു. മാജിക്കിൻ്റെ കാര്യങ്ങളിലുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി അതിൽ ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ആരോടും പറയാറില്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ മാജിക് ഷോ ചെയ്ത ഒരു ഇൻഡിവിജ്വൽ മജീഷ്യനാണ്. അപ്പം ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന വീട് ചാലക്കുടിയിലെ വീടും സ്ഥലങ്ങളും. എനിക്ക് എറണാകുളത്താണ്. എൻ്റെ ചോദ്യം, താങ്കളെപ്പോലെ ആളുകളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ചതിയിൽപ്പെട്ടു പോയി? എന്ത് ചതിയിലാണ് താങ്കൾ? ആദ്യത്തെ ചതി ഇതാണ്. എൻ്റെ വാച്ച്മാനായ അവിടുത്തെ ദേവസി എന്ന് പറഞ്ഞ എൻ്റെ ഡ്രൈവറായിരുന്നു 20 വർഷത്തോളം. അയാളുടെ വീട്ടിൽ വന്ന് ഈ ഒരു കൂട്ടർ ബ്രോക്കർ അടക്കം കമൽനാഥ് B എന്ന് പറയുന്ന ഒരു ഗ്രാജുവേറ്റ് ആണെന്നും ഇവിടെ മുത്തൂറ്റിൽ ജോലി ചെയ്യുന്ന ആളാണെന്ന് വന്നിട്ട് പറഞ്ഞു അഡ്വാൻസ് പേയ്മെൻറ്റ് 3 മാസത്തെ വാടക ചെക്ക് തന്നാൽ എനിക്ക് വീട് വാടകയ്ക്ക് തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, യാതൊരു കാരണവശാലും തരില്ല. നിങ്ങളുടെ പേരിൽ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി അലക്സ് ഫോട്ടോസ്റ്റാറ്റ് കൊടുത്ത് ക്യാഷായിട്ട് 3 മാസത്തെ വാടക എപ്പോഴും തരാൻ പറ്റും, അപ്പോൾ ഞാൻ വരാം. അങ്ങനെ വന്നിട്ട് വീടെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം 26-ാം തീയതി, നവംബർ 26-ാം തീയതി അവർ പൈസ തന്നു. അഗ്രിമെൻ്റ് ഒപ്പിട്ടു. കമൽനാഥിൻ്റെ പേരിൽ എഴുതി. ദേവസിയും. ഏത് വർഷം? 2023 നവംബർ. അപ്പോൾ 1-ാം തീയതി മുതൽ ഞാൻ എഗ്രിമെൻ്റ് എഴുതി. ഒറിജിനൽ എഗ്രിമെൻ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് എൻ്റെ ഒറിജിനൽ എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒരു ആധാർ കോപ്പി തന്നിരുന്നു. അതിൽ ഇയാൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ ആധാർ കോപ്പി റെൻ്റൽ എഗ്രിമെൻറ്റിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഇയാൾ സംസാരിക്കുന്നുണ്ട്. ഇയാളും അമ്മയും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. എനിക്കും വലിയ കുഴപ്പമില്ലാണ്ട് സംസാരിക്കാൻ അറിയാം. അപ്പോൾ പഠിപ്പുള്ള ആളായിരിക്കുമല്ലോ, മുത്തൂരിൽ ജോലി എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമല്ലോ എന്ന് എഴുതി. 2 മാസം, 1 മാസത്തെ വാടക കിട്ടി. 2ാമത്തെ മാസത്തെ വാടകത്തിന് വൈകി. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവില്ല, നിങ്ങൾ വാടക കൃത്യമായിട്ട് തരണം. അപ്പോൾ ഒരു വാട്സാപ്പ് ഉപയോഗിക്കില്ല, ഫോൺ ഉപയോഗിക്കില്ല, മെസ്സേജിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾ ഒഴിഞ്ഞു പോവാണ്, അടുത്ത 3 മാസത്തെ വാടക നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് എടുത്തത്. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ വാടക അപ് ടു ഡേറ്റ് ആക്കിയിട്ട് വീട് ഒഴിഞ്ഞ് താക്കോല് തന്നാൽ 1 മാസത്തെ വാടക നിങ്ങൾക്ക് കഴിച്ചിട്ട് ബാക്കി തിരിച്ചു തരും, ഡാമേജസ് ഒന്നും ഇല്ലെങ്കിൽ. അല്ല, ഇവിടെ നിറയെ പാമ്പും അതൊക്കെയാണ് വഴിയിൽ. പിന്നെ ഇവിടെ ഗേറ്റ് പൂട്ടിയിടാൻ പറ്റണില്ല, വാച്ച്മാൻ എപ്പോഴും ശല്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാ, ഗേറ്റ് തുറന്ന് നടന്നോട്ടെ. അതിൻ്റെ തട്ടുപുറത്തെ ആൾ താമസിക്കുന്നുണ്ട്, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്ന ആൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നു. അങ്ങനെ 3-ാം മാസമായപ്പോഴേക്കും 2 മാസത്തെ വാടക അവർ തന്നിട്ടുണ്ട്. 3-ാം മാസത്തെ വാടക എപ്പോഴും വൈകി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒഴിയണമെങ്കിൽ എന്ന് ഒഴിയുമെന്ന് കൃത്യമായിട്ട് സമയം പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓഗസ്റ്റ് 15-ാം തീയതി ഞങ്ങൾ ഒഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി ആകുമ്പോഴേക്കും 4 മാസത്തെ 5 മാസത്തെ വാടക തരണം അവർ, അല്ല 7 മാസത്തെ വാടക തരണം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നിട്ട് അടുത്ത വാടകക്കാർക്ക് 15-ാം തീയതി കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റാണ്, ആൾ തൃശ്ശൂരുള്ള ആളാണ്. പുള്ളിയോട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ആ വീട് പോയിട്ട് ഒരാൾ വാടകയ്ക്ക് ഉണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വാച്ച്മാൻ ദേവസിയും ആളും കൂടി പോയി. അവിടെ ചെന്ന് വാല് തുറന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിൽ സ്പൈ ക്യാമറ ഉണ്ടായിരുന്നു. ഈ ക്യാമറ വെച്ചിട്ട് സ്പൈ ക്യാമറ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് സാഹചര്യം കണ്ടപ്പോൾ വളരെ മോശമായിട്ട് തോന്നി. അതിൻ്റെ ഉള്ളിൽ ജനലിമൊക്കെ മറ്റേ സാരി വെച്ച് അടച്ചിരിക്കുകയാണ് എല്ലാ ജനലും. ഒറ്റ ജനലും തുറന്നാൽ വെളിച്ചം കാണില്ല പുറത്തേക്ക്. ഗേറ്റിന് 2 പൂട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവരകത്തുനിന്ന് പൂട്ടിയിടും. അങ്ങനെയൊക്കെ സാഹചര്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും 15-ാം തീയതി വക്കീലൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഫാമിലി എന്നാ വരിക, അല്ല 16-ാം തീയതി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റിൽസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാനത് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ കുറേ ഡീറ്റെയിൽസ് കാണുന്നു. ഇതുപോലെ ഇവർ വേറെ എവിടേക്കോ കാശ് കൊടുക്കാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തൊട്ടടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, സതീശൻ, തൊട്ട വീടാണ്.
അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്തൊക്കെ ചെയ്യുന്നത്. അത് DYSPക്ക് ഒരു പരാതി കൊടുക്കാതായിരുന്നു. ടോം ചേട്ടാ ഉള്ള കാര്യം പറഞ്ഞിട്ട് പരാതി കൊടുക്കും. ഞാൻ പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ വന്നേക്കുന്നത് ഈ സ്ത്രീയും കൂടിയാണ്. കമൽനാഥിനെതിരെ തന്നെ പരാതി കൊടുത്ത് ഈ സ്ത്രീയും കൂടി വന്നിട്ട് അതിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു 3 മാസത്തെ വാടകയല്ല ഞങ്ങൾ കൊടുത്തിരിക്കണേ, ഞങ്ങൾ ഇടയ്ക്ക് ജാനുവരി 15-ാം തീയതി 1 മാസത്തെ വാടകയും ഫെബ്രുവരി 15-ാം തീയതി 2 മാസത്തെ വാടകയും കൊടുത്തിട്ടുണ്ട് ക്യാഷായിട്ട്. അപ്പോൾ ചോദിച്ചു ആരായിട്ട് ക്യാഷ്? ഞാൻ ചാലക്കുടി പോകാറില്ല. ഈ ജാനുവരിയിലും ഫെബ്രുവരിയിലും ഞാൻ ലണ്ടനിലായിരുന്നു. എനിക്ക് മാജിക്കിൻ്റെ കൺവെൻഷന് ഞാൻ പോയൊക്കെയായിരുന്നു. ഫെബ്രുവരിയിലും ജാനുവരിയിലും ദുബായിലുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ക്യാഷ് തന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാഷൊന്നും കിട്ടിയില്ല, ഞാൻ ചാലക്കുടി പോകാറുമില്ല, എനിക്ക് ഗൂഗിൾ പേ തന്നതും ഇവരുടെ റെക്കോർഡ്സൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ കമൽനാഥ് പറഞ്ഞു ഞാനല്ല കൊടുത്തത്, അമ്മയാണ് കൊടുത്തതെന്ന്. അപ്പോൾ അമ്മ എൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും കൊടുത്തത്? ഞാൻ ഉടമസ്ഥൻ്റെ കയ്യിൽ. ഉടമസ്ഥൻ ആരെയാ? ഈ ഇരിക്കുന്ന ആളല്ലേ? അതെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചിലാണ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞേ അതെന്ത് മര്യാദ പറയണേ സാറേ, ഇത് ഈ കണക്കുകളൊക്കെ ചോദിച്ചിട്ട് സാറ് എന്തെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ഇല്ലില്ല, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിച്ചുവിട്ടു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോള് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഇത് DYSP ഓഫീസാണ് കേട്ടോ ഞാൻ പോയത്. ഞാൻ സജി വക്കീലിന് അപ്പം തന്നെ കൊടുത്തു, നോട്ടീസ് അയക്കാൻ പറഞ്ഞു, ലീഗൽ പ്രൊസീജിയർ തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ആരെ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പം പോലീസുകാരൻ പറഞ്ഞു, ഞാൻ ആളുടെ പേര് പറഞ്ഞു, നിങ്ങൾ 4 മണിക്ക് മുമ്പ് ഇവിടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനെന്തിനാ വരണേ, ഞാൻ DYSPക്ക് കൊടുത്തപ്പോൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അവർ ഇടപെടില്ല എന്ന് പറഞ്ഞു. ഞാൻ വക്കീൽ നോട്ടീസ് അതല്ല പറയണേ, താങ്കൾക്കെതിരെ ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെതിരെ എന്തിനാ പരാതി കിട്ടണം, എന്താ പരാതി വായിക്കി? അല്ല അത് നിങ്ങളോട് പറയാൻ പറ്റില്ല, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കണേ, നിങ്ങൾ 4 മണിക്ക് ഇവിടെ വരണം. അപ്പം ഞാൻ ഈ സതീഷ് പോലീസിനെ വിളിച്ചത്, എന്താ ബിനീഷനെ വിളിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പരാതിയൊന്നുമില്ല. അതവിടെ കിട്ടിയ പരാതി ഇയാൾ കാണിക്കാതെ എന്നോട് പറയണത് ഈ കാലാവധി വരെ നിങ്ങൾക്ക് ആ പറമ്പിൽ കയറാൻ അധികാരമില്ല, നിങ്ങളുടെ വാടക കരാർ കാണട്ടെ എന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു കൊടുത്തു. അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറയണത് ഇങ്ങനെയാണ്, 11 മാസത്തെ വാടക കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ, വാശി കിട്ടിയില്ലെങ്കിൽ കോടതിയിൽ നിന്ന് മേടിക്കണം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാനൊന്നും അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന ആളല്ല, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല. SI ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല. പിന്നെ താങ്കളാരാണ്? ഞാൻ വിളിച്ചിട്ടില്ല വന്നേ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒപ്പിടില്ലേ എന്ന് ചോദിച്ചു. വെള്ളക്കടലാസിൽ എഴുതി വെച്ചേക്കുക ഞാനേ അങ്ങോട്ട് എൻ്റെ വീട്ടിൽ കയറാൻ പാടില്ലെന്ന്. അയാൾ എഴുതി വെച്ചാൽ ഞാൻ എങ്ങനെ ഒപ്പിടണേ? ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അത് കീറിക്കളഞ്ഞു. ഈ വിവരങ്ങൾ മുഴുവൻ എഴുതി ഞാൻ നെക്സ്റ്റ് ഡേ CIക്ക് രജിസ്റ്റേർഡായിട്ട് വിത്ത് ഇമെയിൽ അയച്ചു, റൂറൽ SPക്ക് അയച്ചു, SP ചാലക്കുടി, DYSP ചാലക്കുടി, എൻ്റെ ലീഗൽ അഡ്വൈസർ എല്ലാവർക്കും പരാതി അയച്ചു. അതിനൊന്നൊരു മറുപടിയില്ല. ഇത് കഴിഞ്ഞ് വീണ്ടും ഇവർ പരാതികൾ കൊടുത്തു. അങ്ങനെ പല സ്ഥലത്തും മുത്തൂറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ആളില്ല. അവിടുത്തെ 5 ബ്രാഞ്ചുണ്ട് ചാലക്കുടിയിൽ, 5ലും ഇല്ല. അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീ എന്നോട് ചോദിച്ചു ആരെയും അന്വേഷിക്കണമെന്ന് ചോദിച്ചു. പറഞ്ഞു മുത്തൂറ്റിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലല്ല എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് തരാം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളാണ്. അപ്പോൾ നിങ്ങളെന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആളുടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡേറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, 2, 3, 5, 8 പ്രാവശ്യം വിളിച്ചു പല നിങ്ങൾ ആ ഡേറ്റ് കഴിഞ്ഞൊന്ന് കാത്തു നിൽക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ ഒഴിഞ്ഞു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൈസയുടെ കാര്യം എന്തായി? അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ നിങ്ങൾ കോടതിയിൽ നിന്ന് ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് 6 ദിവസം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇവർ ഇറങ്ങി നിൽക്കുന്ന നേരത്ത് ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ ഒഴിയാത്തതെന്ന് ചോദിച്ചു. ഞാൻ വേറെ പൂട്ടിട്ട് ഇവരുടെ 2 ഗേറ്റും പൂട്ടി. ഇവർ പുറത്താണെന്ന് മനസ്സിലായപ്പോൾ പൂട്ടിയിട്ട് ഞാൻ ചോദിച്ചു അല്ല ഞങ്ങൾ സാധനങ്ങൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അല്ല പോലീസിൽ നിന്ന് വിളിച്ചില്ലേ ഇന്നും കൂടി അനുവദിക്കണമെന്ന്? അത് അനുവദിക്കുക കുഴപ്പമില്ല, സാധനങ്ങൾ വണ്ടി വിളിച്ച് പോരെ, ഞാൻ എൻ്റെ ദേവസ്ഥയിൽ താക്കോലുണ്ടാവും എന്ന് പറഞ്ഞു. അന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല, അവരങ്ങോട്ട് മുങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ കുറിച്ച് അന്വേഷിച്ചു. ഇവരുടെ നിന്ന് കിട്ടിയ റെക്കോർഡ്സ് നമ്പറുകളൊക്കെയാണ് എടുത്തു, എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഓരോരുത്തരെ വിളിച്ചപ്പോൾ ആദ്യം തന്നെ 2020 ടൗൺ ഹാളിനടുത്ത് എറണാകുളത്ത് ഒരു ഡോക്ടർ ജോസിൻ്റെ ഭാര്യയുടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. വീടിൻ്റെ ബാക്കിൽ ഒരു ചെറിയ മുറി അത് എടുത്തിട്ട് ഇവർ ഇതേ പണി ചെയ്തു. 15,000 രൂപയുടെ ചെക്ക് കൊടുത്തു അഡ്വാൻസ്, 3 മാസത്തെ വാടക. അത് ചെക്ക് പാസ്സായില്ല. പോലീസിൽ അവർ പരാതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടോ, മഴ കൊള്ളാണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു, ആ സ്ത്രീയുടെ അടുത്ത് എന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് പോലീസിൽ വിളിപ്പിക്കരുതിട്ടോ. ഞാൻ പറഞ്ഞ ഒരാൾ വിളിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 2ാമത്തെ കേസ് ആലുവയിൽ, 3ാമത്തെ കേസ്, 4ാമത്തെ കേസ്, അങ്ങനെ 8-9 സ്ഥലത്ത്
ഇതാ, തട്ടിപ്പ് മാത്രം തൊഴിലാക്കിയവർ ചാലക്കുടിയിലും വിലസി നടക്കുന്നു. അതിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ ആണിത്. 3 വർഷമായി വാടകയ്ക്ക് പല സ്ഥലങ്ങളിൽ വീടെടുത്ത് ഉടമസ്ഥരെ പറ്റിച്ച് മുങ്ങി നടക്കുന്ന കമൽനാഥ് ബി, 34 വയസ്സ്, മദർ രാജലക്ഷ്മി എസ് എന്നിവർ ചാലക്കുടിയിലും ഗോൾഡൻ നഗറിലും ഹൗസ് നമ്പർ 22/36 ഉടമസ്ഥയായ ടോമി മാഞ്ഞൂരാനെയും വഞ്ചിച്ച് ഇന്ന് മുങ്ങിയിരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും വേറൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയണത് 11/1/22 MA ആൻ്റണി ആലുവ എന്ന് പറഞ്ഞ അവരുടെ വീടെടുത്തു, അവിടെ നിന്ന് മുങ്ങി. 21/4/22 മറിയാമ്മ ജോസിൻ്റെ വീടെടുത്തു, അതിന് പരാതി കൊടുത്തു, ചെക്ക് മടങ്ങി, അതിന് മുങ്ങി. 1/7/22 TP ആൻ്റണി തമ്മനത്ത് വീടെടുത്തു. അപ്പോൾ ചെല്ലുമ്പോൾ ഫർണിച്ചർ ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അവിടെ പോയി ഞാൻ അയാളുടെ ഇൻ്റർവ്യൂ, വീഡിയോ, ഫോട്ടോ ഒക്കെ എടുത്തു. 15/9 ഒലിവ് ഫർണിച്ചർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അൾമാരി കടം മേടിച്ചതിന് കാശ് കൊടുക്കാതെ അവിടെ നിന്ന് മുങ്ങി. 27/9 ടോമി മാഞ്ഞൂരാൻ്റെ വീട്. ഇത്രയും സ്ഥലങ്ങളിൽ മുങ്ങിയതിൻ്റെ എല്ലാ പ്രൂഫും വിത്ത് ഫോട്ടോസും ഇതെല്ലാം ഞാൻ എടുത്തു. ഇതാണ് എൻ്റെ സാഹചര്യം. ഈ കാശ് കിട്ടാൻ ഇപ്പോഴും നിർത്തിയൊന്നായിട്ടില്ല. അവർ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വന്ന് സ്ഥലത്ത് നമ്മുടെ ഫർണിച്ചറെല്ലാം പുറത്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു യാതൊരു കാരണവശാലും അവരകത്തേക്ക് കോമ്പൗണ്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. വൈസ് ചെയർപേഴ്സൺ ഉണ്ട് ഒരു ലേഡി, അവർ വന്ന് മധ്യസ്ഥം പറഞ്ഞു. എന്നെല്ലാവരും ചാലക്കുടിയിൽ അറിയണതാണ്, ടോം ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് വേണമെങ്കിലും എടുത്തുകൊണ്ട് നോക്കട്ടെ, എനിക്കിതൊന്നും അറിയണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ 2 പിസ്റ്റള്, അത് എയർ പിസ്റ്റളാണ്, ഒരു വടിവാള്, ഒരു വാക്കത്തി, പിന്നെ അങ്ങനത്തെ കണ്ടമാനം കളവ് മുതലുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഫുൾ പാക്കറ്റുകൾ, പല ഡ്രസ്സുകൾ, സാരികൾ പുതിയത്, അങ്ങനെ കണ്ടമാനം സാധനങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ നോക്കാൻ പോയില്ല, അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ. അത് കഴിഞ്ഞ് ലോറി പുറത്ത് കൊണ്ട് നിർത്തി ഇവർ വന്നു. എൻ്റെ ലീഗൽ അഡ്വൈസർ സജി റാഫേലിൻ്റെ ആളെ കൂടെ കൊണ്ടുവന്നു. അവർ എല്ലാ സാധനവും പുറത്തെടുത്ത് വണ്ടിയിൽ കയറിപ്പോയി. എവിടേക്ക് പോയെന്ന് പോലും പറഞ്ഞില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു അവർ ഇവിടെ ഉണ്ട്, ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പച്ചാളുണ്ടായിരുന്നു. ഇതാണ് പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല. എനിക്ക് ഏകദേശം 2 ലക്ഷം രൂപയോളം ചിലവുണ്ട്. വാടക ബാക്കി കൂടാതെ കേസ് നടത്തിയതും അതിനുവേണ്ടി നടന്നതായിട്ടുള്ള 2 ലക്ഷത്തിലേറെ പൈസ എൻ്റെ പോയിരിക്കുകയാണ് ഇപ്പോഴും. താങ്കൾക്കെതിരെ അവരെന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തോ? അവർ ഏകദേശം 6-7 പ്രാവശ്യം DYSP ഓഫീസിലും പോലീസിൻ്റെ CI ഓഫീസിലും പരാതികൾ കൊടുത്തു. വീട് ഇവാക്യുവേറ്റ് ചെയ്തതിന് ശേഷം എല്ലാ സാധനങ്ങളും പുറത്തിട്ടു. പുറത്തുനിന്ന് കയറ്റി കൊണ്ടുപോകാനായിട്ട് അവർ വന്നു. അവർ വീട്ടിലകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നല്ല മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. വൈസ് ചെയർപേഴ്സൺ ഒരു ലേഡിയായിരുന്നു ചാലക്കുടിയിലെ, അഡ്വക്കേറ്റ് സജി റാഫേൽ, അയാളുടെ അസിസ്റ്റൻറ്റ്. അവർ വന്ന് വണ്ടി പുറത്ത് നിർത്തിയെല്ലാം കയറ്റി കൊണ്ടുപോയിട്ട് അവർ DGPക്ക് അളമാരിയിൽ 10 പവൻ്റെ സ്വർണവും ബാക്കി സാധനങ്ങളും ലാപ്ടോപ്പും മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു. 7000 രൂപ പേഴ്സിലുണ്ടായിരുന്നു. ഇതെല്ലാം കളവ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് DGPക്ക് പരാതി കൊടുത്തു എന്ന് എന്നെ പറഞ്ഞ് DYSP വിളിച്ചിരുന്നു. DGPയുടെ അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഉണ്ടാക്കണത്. അങ്ങനെ അളമാരി തന്നെ വേറെയാണ്. അവർ പുറത്തിട്ടാണ് അളമാരി വേറെ, അകത്തുണ്ടായിരുന്ന അളമാരി വേറെ. ഞങ്ങൾ തുറന്നിട്ടുമില്ല, അതിലെ സാധനങ്ങളൊന്നും ആരും എടുത്തിട്ടുമില്ല. അപ്പോൾ അവർ കൊടുത്തതിൻ്റെ പരാതിയുടെ കോപ്പി ചോദിച്ചിട്ട് ഞാൻ DGPക്ക് രജിസ്റ്റേർഡായിട്ട് വിവരാവകാശം വെച്ച് അയച്ചപ്പോൾ അവർ പറഞ്ഞു മെയിലിലാണ് വന്നിരിക്കണേ, അത് തരാനായിട്ട് നിർവാഹമില്ല എന്ന് പറഞ്ഞു. അതിനും മറുപടി കിട്ടിയിട്ടില്ല. അതായത് വാദിപ്രതിയായി നടത്തം, തൻ്റെ സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്ത് അവസാനം വാടക കൊടുക്കാതെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയ ശേഷം വാദിപ്രതിയാക്കിക്കൊണ്ട് ഉള്ള കള്ളക്കേസ്. ഇത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. അങ്ങനെ ചതിയിൽപ്പെട്ടു പോയ ധാരാളം ആളുകൾ ജയിലിലായ കഥയും നമുക്കറിയാം. അതേപോലെ ഈ വീടിൻ്റെ പേരിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന മോഷണങ്ങൾ, തട്ടിപ്പുകൾ, വ്യഭിചാരം തുടങ്ങിയുള്ള കാര്യങ്ങൾ അവസാനം പ്രതിയാകുന്നത് ആ വീട്ടുടമസ്ഥനാണ്. അതേപോലെ അതുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകുന്നതിൻ്റെയും പണം കിട്ടാനുള്ളതിൻ്റെയും ഒക്കെ കഥകളാണ് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മജിഷ്യനായ ശ്രീ ടോമി മാഞ്ഞൂരാൻ പറഞ്ഞ ഈ കഥ. നന്ദി, നമസ്കാരം.